വിശ്വാസികൾക്ക് അഭിമുഖമായും പള്ളിയുടെ അൾത്താരയ്ക്ക് അഭിമുഖമായും ഇത് രണ്ടും ചേർന്നും കുർബാന അർപ്പിക്കുന്ന രീതിയാണ് സിറോ മലബാർ സഭയിലുണ്ടായിരുന്നത്. ഇത് ഏകീകരിച്ച് ഒരു ഭാഗം വിശ്വാസികൾക്ക് അഭിമുഖമായും ബാക്കി അൾത്താരയ്ക്ക് അഭിമുഖമായും അവതരിപ്പിക്കുന്ന ഏകീകൃത കുർബാന ശൈലിയാണ് സിനഡ് തീരുമാനിച്ചത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും ഇതിനെ എതിർത്തു. നിലവിലേതുപോലെ ജനാഭിമുഖ കുർബാന വേണമെന്നാണ് അവരുടെ ആവശ്യം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ എന്നിവർ സംയുക്തമായി ഇറക്കിയ സർക്കുലർ അനുസരിച്ച് ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികർ സഭയ്ക്ക് പുറത്തുപോയതായി കണക്കാക്കും. ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുന്നവരും ഉപരിപഠനം നടത്തുന്നവരും ഏകീകൃത കുർബാന അനുസരിക്കാമെന്ന് സത്യവാങ്മൂലം നൽകണം. ഇല്ലെങ്കിൽ ഇവർക്കും വിലക്ക് വരും. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാനയല്ലാതെ ഏതെങ്കിലും വൈദികൻ ചൊല്ലിയാൽ വിശ്വാസികൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സഭാ നേതൃത്വം അറിയിച്ചു. വിലക്കിൽപ്പെടുന്ന വൈദികർ കാർമ്മികരാകുന്ന വിവാഹങ്ങൾ അസാധുവായി കണക്കാക്കും. സർക്കുലർ തള്ളിക്കളയുന്നുവെന്നാണ് വൈദിക സമിതിയുടെ പ്രതികരണം. സിനഡ് കൂടുന്നതിനേക്കാൾ മുൻപെടുത്ത തീരുമാനം തീർച്ചയായിട്ടും മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമാണ്. മാർപ്പാപ്പ അത് സീറോ മലബാർ സഭയുടെ സിനഡിന്റെ തന്നെ പ്രസക്തി ഇല്ലാതാക്കുന്നതാണ്. സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നടപ്പാക്കേണ്ടിയിരുന്നുവെന്നാണ് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. അത് പാലിക്കുക എന്നുള്ളത് സീറോ മലബാർ സഭയുടെ അംഗങ്ങളായ എല്ലാവർക്കും ബാധ്യതമാണ്. ആ കൂട്ടത്തിൽ വൈദികർക്ക് പ്രത്യേകിച്ചു. ഏതാനും വൈദികരും വിശ്വാസികളും സ്വീകരിച്ച കടുംപിടുത്തമാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്ന് സഭാ നേതൃത്വം പറയുന്നു. സഭാ തീരുമാനമനുസരിക്കാത്ത വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടിയുണ്ടാകുന്നില്ലെന്ന വത്തിക്കാന്റെ ചോദ്യമാണ് അന്ത്യശാസനത്തിന് സിറോ മലബാർ സഭ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. വൈദികർക്കെതിരെ കൂട്ട നടപടിയുണ്ടായാൽ പകരം പ്ലാനുകളും തയ്യാറാണ്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.